അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടലിന്റെ വക്കത്ത്. സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ അമേരിക്കൻ സെനറ്റിൽ പാസ്സായില്ല. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:30 മണിയോടെ സേവനങ്ങൾ നിലയ്ക്കും. അടച്ചുപൂട്ടൽ സംഭവിച്ചാൽ ജീവനക്കാരുടെ പിരിച്ചുവിടൽ വരെ വേണ്ടിവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്കൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്ക നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഡെമോക്രാറ്റുകൾ അദ്ദേഹത്തെ സഹായിച്ചില്ല. മാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപിന് നല്ലൊരു പണി കൊടുക്കുകയായിരുന്നു അമേരിക്കൻ സെനറ്റർമാർ. ഗുഡ് മോർണിംഗ് SKN. US ഗവൺമെന്റ് ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബില്ല് അല്പമണിക്കൂറുകൾ മുമ്പ് സെനറ്റിൽ പാസ്സായിട്ടില്ല. അടിയന്തര ആവശ്യ സേവനങ്ങൾ ഒഴികെ അമേരിക്കൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഈ സർക്കാർ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ. സെനറ്റിൽ താൽക്കാലിക ഫണ്ടിങ്ങിനുള്ള ബിൽ പാസ്സാക്കിയെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെ US ഗവൺമെന്റ് ഷട്ട് ഡൗണിലേക്ക് നീങ്ങുകയാണ്. അർദ്ധരാത്രിയാണ് ഇതിന്റെ സമയപരിധി. അതിനു മുമ്പ് ഈ ഫെഡറൽ ഫണ്ടിംഗ് നിലനിർത്തുവാനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നീക്കം ഡെമോക്രാറ്റുകൾ വീണ്ടും തടയുകയായിരുന്നു. ഈ അടച്ചുപൂട്ടൽ ഒഴിവാക്കുവാനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബിൽ 55-നെതിരെ 45 വോട്ടുകൾ മാത്രമേ ഡെമോക്രാറ്റുകൾക്ക് സെനറ്റിൽ നേടുവാൻ സാധിച്ചുള്ളൂ. ഇത്തവണ ഡെമോക്രാറ്റുകൾ ഏതെങ്കിലും ഒരു സ്പെൻഡിംഗ് ബില്ലിൽ ആരോഗ്യ സംരക്ഷണ സബ്സിഡികൾ ഉൾപ്പെടുത്തണമെന്ന് അവർ നിർബന്ധം പിടിച്ചിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം കൈകാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചതാണ് ഇവർക്ക് ഒരു സമവായത്തിൽ എത്തുവാൻ സാധിക്കാതെ പോയത്. വോട്ടെടുപ്പിന് മുന്നോടിയായി സർക്കാർ അടച്ചുപൂട്ടൽ ഉണ്ടായാൽ ഡെമോക്രാറ്റുകൾ അനുകൂലിക്കുന്ന പ്രോഗ്രാമുകൾ റദ്ദാക്കുമെന്നും അതുപോലെ കൂടുതൽ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ഡൊണാൾഡ് ട്രംപ് ഇന്ന് പകൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫെഡറൽ ഗവൺമെന്റിന് ധനസഹായം നൽകുന്നതിനുള്ള ബിൽ സെനറ്റ് പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ വൈറ്റ് ഹൗസിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഒരു ഫെഡറൽ മെമ്മോ ഈ ഏജൻസികൾക്കെല്ലാം അയച്ചിട്ടുണ്ട്. അതായത് അടച്ചുപൂട്ടലിനുള്ള അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുവാനുള്ള നിർദ്ദേശമാണ് ഈ മെമ്മോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെ വീണ്ടും ബിൽ പാസ്സാക്കുവാനുള്ള ശ്രമം ഉണ്ടായേക്കും. SKN ഇന്ത്യൻ സമയം രാവിലെ 9:30, അതായത് 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ സേവനങ്ങളുടെ എല്ലാം ഒരു അടച്ചുപൂട്ടലിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത്. ട്രംപിന്റെ ഈ ആദ്യ ടേമിൽ, അതായത് 2018 ഡിസംബറിൽ ഏതാണ്ട് ഒരു 35 ദിവസം സർക്കാർ ഷട്ട് ഡൗൺ നടന്നിരുന്നു. അന്ന് GDP-യിൽ ഏതാണ്ട് $3 ബില്യൺ നഷ്ടമാണ് അന്ന് ഉണ്ടാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.